സുഹൃത്തുക്കളെ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് പുതുവത്സരത്തിൻ്റെ ആരംഭമാസമാണ്. മലയാളികളുടെ ദേശീയോത്സവം എന്ന് വിശേഷിപ്പിക്കുന്ന ഓണത്തിൻ്റെ മാസമാണ്. ഒരു കാർഷിക സംസ്കൃതിയുടെ പ്രതീകമായ വിളവെടുപ്പിൻ്റെ ഉത്സവമാണ് ഓണം. അതിന് ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ ചേർത്ത് ചില കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് ഇടവപ്പാതിയും തുലാവർഷവും വരുന്നു. അത് ആവർത്തിച്ച് തന്നെ വരുന്നു. ഇടവപ്പാതിയിൽ നടുന്ന നെല്ല് ചിങ്ങമാസമാകുമ്പോൾ കൊയ്ത്തു തുടങ്ങുന്നു. ആ കൊയ്ത്ത് അവസാനിക്കുന്നത് കന്നിമാസത്തിലാണ്. അതുകൊണ്ട് തന്നെ കന്നിക്കൊയ്ത്ത് എന്ന് പേരുണ്ട്. കന്നിമാസം കേരളത്തിൽ വെയിലാണ്. കന്നിമാസം കഴിഞ്ഞാൽ തുലാവർഷം എത്തുകയായി. തുലാമാസത്തിൽ വീണ്ടും നെൽകൃഷി ആരംഭിക്കുന്നു. അത് ധനുമാസം അവസാനം കൊയ്തു തുടങ്ങുന്നു, മകരത്തിൽ അവസാനിക്കുന്നു. അതുകൊണ്ട് നമ്മളതിനെ മകരക്കൊയ്ത്ത് എന്ന് വിളിക്കുന്നു. ഒരു മഹാകവിക്ക് കന്നിക്കൊയ്ത്തെന്നും മകരക്കൊയ്ത്തെന്നും എന്ന പേരിൽ പുസ്തകം എഴുതാനുണ്ടായ, കവിത എഴുതാനുണ്ടായ, കവിതാ സമാഹാരങ്ങൾ ഉണ്ടാക്കാനിടയായ കേരളത്തിലെ കാലാവസ്ഥയുടെയും കൃഷിയുടെയും സാഹചര്യം അതാണ്. ഇതിൽ മകരക്കൊയ്ത്ത് കഴിഞ്ഞുള്ള 2-3 മാസക്കാലം കേരളത്തിൽ വേനലാണ്. ആ വേനൽക്കാലം കേരളത്തിൽ സീസണൽ ഫുഡ് എന്ന് പറഞ്ഞ ചക്കയുടെയും മാങ്ങയുടെയും ആഞ്ഞിലിച്ചക്കയുടെയും കാലമാണ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം വിളവെടുക്കുന്നത് ആ കാലഘട്ടത്താണ്. കാച്ചിലും ചേനയും എല്ലാം അതെല്ലാം തിന്ന്, പഴങ്ങളുമൊക്കെ തിന്ന്, ചക്കയുമൊക്കെ തിന്ന്, ചക്കയിലുള്ള സൾഫർ ധാരാളമായി അകത്തു പോകുന്നുണ്ട്. ഒരു കൊല്ലക്കാലം കൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ കടന്നുകൂടിയിട്ടുള്ള വിഷാംശങ്ങളെല്ലാം ചക്കയിലുള്ള സൾഫർ വഴി അതെല്ലാം ദൂരീകരിച്ച് ഇടവപ്പാതിയിൽ കൃഷിയൊക്കെ നട്ട് ഇടവം മിഥുനം മാസത്തിലെ ആ മഴ കഴിഞ്ഞ് കർക്കിടകം എത്തുമ്പോഴേക്കും പത്തായമെല്ലാം തീർന്നിട്ടുണ്ടാവും, ധാന്യമില്ലാതായിട്ടുണ്ടാവും. അങ്ങനെ അതിനെ പഞ്ഞക്കർക്കിടകം, കള്ളക്കർക്കിടകം എന്നൊക്കെ വിളിച്ച്, കാരണം പട്ടിണിയായിരിക്കും. ആ പട്ടിണിയും കഴിഞ്ഞിട്ടാണ് ചിങ്ങമാസം പിറക്കുന്നത്. ആ ചിങ്ങത്തിലെ ഓണത്തിന് അതുകൊണ്ട് തന്നെ ദീർഘനാളത്തെ പട്ടിണിക്ക് ശേഷം തീരാത്ത ഒരു കാലവർഷത്തിൻ്റെ മഴയ്ക്ക് ശേഷം വരുന്നൊരു മാസം എന്നുള്ളതിലേക്ക് ചിങ്ങത്തിന് പ്രാധാന്യമുണ്ട്. അതാണ് നമ്മുടെ കേരളീയർ എല്ലാ ജാതി മതസ്ഥരുടെയും പ്രധാനപ്പെട്ട ഒരു ഉത്സവമായി കേരളത്തിൽ ഓണം മാറാൻ കാലം, തിരുവോണം മാറാൻ കാലം. പക്ഷേ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലും സാംസ്കാരിക ജീവിതത്തിലും ചിങ്ങമാസത്തിന് വേറെ ചില പ്രാധാന്യം കൂടെ ഉണ്ട്. അതിലൊന്ന്, ഒരു ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായ, സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ പ്രോദ്ഘാടകൻ എന്നൊക്കെ പറയാവുന്ന ചട്ടമ്പിസ്വാമിയുടെ ജനനം. ചിങ്ങമാസത്തിലെ തന്നെ ചതയ ദിനത്തിലാണ് ചട്ടമ്പിസ്വാമിയുടെ സമശീർഷനും സതീർത്ഥ്യനും സമകാലികനുമൊക്കെയായ ശ്രീനാരായണ ഗുരുവും ജനിക്കുന്നത്. ഇതേ ചിങ്ങമാസത്തിൽ തന്നെയാണ് മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെയും ജനനം. ഇവർ 3 പേരും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറക്കാനാവാത്ത വ്യക്തിത്വങ്ങളാണ്. സാമൂഹ്യ പരിഷ്കരണത്തെ ഒരു പടി കൂടെ മുന്നോട്ട് കൊണ്ടുപോയി ജ്ഞാനയോഗികളായും കർമ്മയോഗികളായും പ്രവർത്തിച്ചവരാണ്. ഇതിൽ ആദ്യം പരാമർശിച്ച 2 പേർ മഹാപണ്ഡിതന്മാരായിരുന്നു. സംസ്കൃതവും മലയാളവും തമിഴും പഠിക്കുകയും അതിൽ സാമാന്യത്തിലധികമുള്ള വിൽപ്പത്തി സമ്പാദിക്കുകയും ചെയ്തു. മൂന്നാമനായ അയ്യങ്കാളിയാകട്ടെ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, നിരക്ഷരനാണ്. പക്ഷെ പ്രായോഗികമായ പരിജ്ഞാനത്തിലൂടെ അദ്ദേഹം തൻ്റെ സമുദായത്തിൽപ്പെട്ടവരുടെയും പൊതുസമൂഹത്തിലും സ്ഥിതി സമത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും വിവേചനത്തിനെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നതിനും മുന്നിൽ നിന്നു. ഇവർ തമ്മിൽ വലിയ പ്രായവ്യത്യാസമില്ല. ചട്ടമ്പിസ്വാമി ശ്രീനാരായണൻ തമ്മിൽ 3 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ. ചട്ടമ്പിസ്വാമിയും അയ്യങ്കാളിയും തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവരെല്ലാം പിൽക്കാലത്ത്
സഖാക്കളായി. ഞാൻ സഖാക്കൾ എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ അർജുനൻ ശ്രീകൃഷ്ണനെ സഖേ എന്ന് വിളിക്കുന്ന ആ അർത്ഥത്തിലെടുത്താൽ മതി. സഖാക്കളായി ഇവരുടെ എല്ലാം ഗുരുവായിട്ടുള്ള തൈക്കാട്ട് അയ്യാ ഗുരുവിൻ്റെ വസതിയിൽ പോയി 1881 മുതൽ അവിടെ സ്ഥിരമായി നടത്തി വന്നിരുന്ന പന്തി ഭോജനത്തിൽ, സമപന്തി ഭോജനത്തിൽ എല്ലാ ആൾക്കാരും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ആ പരിപാടിയിൽ പങ്കെടുക്കുകയും കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ അവർ 3 പേരും ചിങ്ങമാസത്തിലാണ് ജനിച്ചത് എന്നുള്ളത് കൊണ്ട് ചിങ്ങത്തിൻ്റെ പ്രാധാന്യം കൂടുന്നു. ചിങ്ങം കൂടുതൽ ധന്യമായ ഒരു വർഷമായി മാറുന്നു. ഇതിൽ ശ്രീനാരായണനും ചട്ടമ്പി സ്വാമികളും അതികായന്മാരാണ്, ഉന്നത ശീർഷരാണ്, ഉത്തുംഗ ശീർഷരാണ്. അവർക്ക് മുൻഗാമികളുമുണ്ട്, പിൻഗാമികളുമുണ്ട്. മുൻഗാമികളെന്ന് പറയാവുന്നത് അവർക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഏതാണ്ട് 19 അവർ ജനിക്കുന്നത് 1853 ചട്ടമ്പി സ്വാമി ജനിച്ചത്. അതിനും 40 വർഷം മുമ്പ് ജനിച്ചയാളായിരുന്നു അയ്യാ വൈകുണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈകുണ്ഠ സ്വാമികൾ. ഒരുപക്ഷെ കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആദ്യത്തെ ആൾ അദ്ദേഹമായിരിക്കാം. കേരളത്തിലെ ആദ്യത്തെ സംഘടന സ്ഥാപിച്ചതും അയ്യാ വൈകുണ്ഠനാണ്. 1839 അദ്ദേഹത്തിന്റെ വസതിയായ ജന്മസ്ഥലമായ ശുശ്രീതീർത്ഥ സ്വാമി തോപ്പിൽ സമത്വ സമാജം എന്ന പേരിൽ ഒരു സംഘടനയുണ്ടാക്കി. അത് അല്പായുസായി പോയി, കാരണം അത് ഏറ്റെടുക്കാൻ ആളുണ്ടായില്ല. പക്ഷേ ആദ്യത്തെ സംഘടന അതായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് നാനാജാതി മതസ്ഥരായ ആൾക്കാരെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിച്ചത്, സമപന്തി ഭോജനം. അതും 1839 സമപന്തി ഭോജനം നടത്തിയത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു ഭാഷ, ഒരു കുലം, ഒരു ലോകം എന്ന മുദ്രാവാക്യങ്ങളാണ് അയ്യാ വൈകുണ്ഠൻ ഉയർത്തിയത്. ഒരുപക്ഷെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ ഇടപെട്ടതിൻ്റെ പേരിൽ രാജകോപത്തിനിടയായ ഭരണകൂടത്തിന് എതിരായി പ്രവർത്തിച്ച തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ തടവുകാരനാക്കപ്പെടുകയും ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്തയാളായിരുന്നു അയ്യാ വൈകുണ്ഠൻ. അദ്ദേഹം പക്ഷേ ഉണർത്തിവിട്ട ഒരു ചിന്താഗതിയുടെ പരോക്ഷ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ചരമത്തിന് ശേഷം ജനിച്ച ചട്ടമ്പി സ്വാമിയിലും ശ്രീനാരായണ ഗുരുവിലും ഒക്കെ പ്രതിഫലിച്ചു എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അയ്യാ വൈകുണ്ഠന് ശേഷം ആറാട്ടുപുഴ വേലായുധ പണിക്കർ വരുന്നു. 1825 ജനിച്ച് 1875 കൊല്ലപ്പെട്ടയാളാണ്. കായംകുളത്തുകൂടെ വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അദ്ദേഹമാണ് ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ, അദ്ദേഹത്തിന്റെ മംഗലം, അത് കായംകുളത്തിനടുത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലെ തറവാട്ടിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്ന അദ്ദേഹമാണ്. അച്ചിപ്പുടവ എന്നുള്ള പരിപാടിക്കെതിരെ സമരം ചെയ്യുന്നു. അങ്ങനെ ഒരു പാരമ്പര്യം, അങ്ങനെ ഒരു മുൻഗാമികൾ ചട്ടമ്പി സ്വാമികൾക്കും ശ്രീനാരായണ ഗുരുവിനുമുണ്ട്. പിൻഗാമികൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ പ്രവർത്തനം ലോകശ്രദ്ധയിലേക്ക് വരുന്നത്, ലോകശ്രദ്ധ എന്ന് ഞാൻ പറയുന്നത് കേരളത്തിനകത്ത് ആദ്യവും പിന്നീട് കേരളത്തിന് പുറത്ത് ശ്രദ്ധയിലേക്ക് വരുന്നത് ഇവരുടെ മാത്രം പ്രവർത്തനം കൊണ്ടായിരുന്നില്ല. 19-ാം നൂറ്റാണ്ട് ഉണർത്തിവിട്ട ഒരു സവിശേഷമായ സാഹചര്യമുണ്ടായിരുന്നു. ആ സവിശേഷമായ സാഹചര്യം എന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് കൊളോണിയൽ വാഴ്ച, ബ്രിട്ടീഷുകാർ കേരളത്തിലേക്ക് ആധിപത്യം ഉറപ്പിച്ചു വരുന്നു. ഇന്ത്യയിലേക്ക് പൊതുവായിട്ട് വന്നു, കേരളത്തിലും വരുന്നു. രാജഭരണ പ്രദേശങ്ങളായിരുന്ന തിരുവിതാംകൂറിലും കൊച്ചിയിലും പരോക്ഷമായിട്ടും റെസിഡന്റുമാരിലൂടെയും അവർ നേരിട്ട്, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന മലബാറിൽ നേരിട്ടും ഭരണം നടന്നു. കച്ചവടക്കാരായിട്ടാണ് അവർ ഇന്ത്യയിലെത്തിയത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്, നമുക്കറിയാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് പേര്. കച്ചവടമായിരുന്നു പ്രധാന ലക്ഷ്യം. ആ കച്ചവടക്കാരോടൊപ്പം, ആ വണിക്കുകളോടൊപ്പമാണ് ക്രൈസ്തവ മിഷണറിമാർ കേരളത്തിലെത്തുന്നത്. ലോക ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ദർശനങ്ങൾ സഞ്ചരിച്ചത് വണിക്കുകളുടെ പിന്നാലെയാണ്. കച്ചവടക്കാരുടെ കൂടെയാണ് ദർശനങ്ങൾ വരിക.
ജൂതമതം കേരളത്തിലെത്തിയത്, ക്രിസ്തു മതം കേരളത്തിലെത്തിയത്, ഇസ്ലാം മതം കേരളത്തിലെത്തിയത്, പാഴ്സി മതം കേരളത്തിലെത്തിയത് അല്ലെങ്കിൽ ഇന്ത്യയിലെത്തിയത് ഒക്കെ കച്ചവടക്കാരിലൂടെയാണ്. എന്തിന്? ഒരു പക്ഷേ ഉത്തരേന്ത്യയിൽ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ഗംഗാതടത്തിന് വടക്ക് ജനിച്ചു വളർന്ന ജൈനമതവും ബുദ്ധമതവും ഒക്കെ കേരളത്തിലെത്തുന്നതും കച്ചവടക്കാരിലൂടെ തന്നെയാണ്. കാരണം കച്ചവടക്കാർ ഒതുക്കുന്ന പാതയിലൂടെയാണ്, അവർ ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങളിലൂടെയാണ് ദർശനങ്ങൾ, അതുകൊണ്ട് ലൗകിക ജീവിതത്തിൽ താല്പര്യമില്ലാത്ത ഭിക്ഷാന്തേഹികളായ പണ്ഡിതന്മാർ, സന്യാസിമാർ ഇവിടെ വരുന്നതും അവരുടെ ദർശനങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നതും. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടൊപ്പം ഇന്ത്യയിലെത്തിയ പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവ മിഷണറിമാർ, LMSകാരും CMSകാരും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയുന്ന പ്രദേശം, മലബാർ പ്രദേശത്തൊക്കെ കൂടി അവർ നടത്തിയ ഏറ്റവും വലിയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് വിജ്ഞാനത്തെ വ്യാപകമാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. വിജ്ഞാനത്തെ വ്യാപകമാക്കാൻ അവർ ശ്രമിച്ചതിന് ഒരു പശ്ചാത്തലമുണ്ട്. വിജ്ഞാനം ചില കൂട്ടരുടെ കുത്തകയായിരുന്നു. അത് താഴ്ന്ന ജാതി, ശ്രേണിബദ്ധമായ കേരളത്തിലെ ജാതി വ്യവസ്ഥയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് അത് പഠിക്കാനോ അറിയാനോ അവകാശമില്ലായിരുന്നു. അതിൻ്റെ അറുതി വരുന്നത് മിഷണറിമാർ വന്നതുകൊണ്ടാണ്. കാരണം ഇവിടെ അവരുടെ ബൈബിളിലെ അവരുടെ സൂക്തങ്ങൾ, അവരുടെ സുവിശേഷങ്ങൾ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ ഇവിടുത്തെ ആൾക്കാരെ അക്ഷരം പഠിപ്പിക്കേണ്ടത് ഇംഗ്ലീഷും മലയാളവും പഠിപ്പിച്ചു. തൊട്ടപ്പുറത്താണെങ്കിൽ ഇംഗ്ലീഷും തമിഴും പഠിപ്പിച്ചു. തൊട്ട് വടക്കാണെങ്കിൽ തമിഴും ഇംഗ്ലീഷും കന്നഡയും പഠിപ്പിച്ചു. ആന്ധ്രയിലാണെങ്കിൽ കന്നഡയും ഇംഗ്ലീഷും തെലുങ്കും പഠിപ്പിച്ചു. അങ്ങനെ പ്രാദേശിക ഭാഷകളിലൂടെ അവർ തങ്ങളുടെ സുവിശേഷകന്മാരെ കണ്ടെത്തുകയായിരുന്നു. ഈ പ്രവർത്തനം ഒരു പരിധിവരെ മുന്നോട്ട് പോകുമ്പോഴാണ് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജഭരണം, നാടുവാഴികൾ പ്രാദേശിക ഭാഷകൾക്ക് വിദ്യാഭ്യാസത്തിൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവുകൾ ഇറക്കുന്നതും മലയാളവും തമിഴും, തിരുവിതാംകൂറിൻ്റെ കാര്യത്തിലാണെങ്കിൽ മലയാളവും തമിഴും കണക്കും സംസ്കൃതവും പഠിപ്പിക്കാനുള്ള വാദ്യാന്മാരെ നിയമിക്കുന്ന നിയമം 1817 വരുന്നു. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസം ലഭിക്കുന്നതോടുകൂടി സാധാരണക്കാരൻ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ അല്ല, ഉയർന്ന ജാതിയിൽ തന്നെ പെട്ടവരായ പാവങ്ങൾ, ഉയർന്ന ജാതിയിൽ തന്നെ പെട്ടവരായ ദരിദ്രർ, അവർക്ക് പഠിക്കാനുള്ള അവസരമുണ്ടാകുന്നു. അതും ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ഈ മിഷണറിമാർ നടത്തിയിരുന്ന സ്കൂളുകളിലൂടെ എല്ലാ ജാതിക്കാർക്കും പഠിക്കാനുള്ള അവസരവും ഉണ്ടാകുന്നു. അങ്ങനെ പൊതുവിൽ കേരള സമൂഹത്തിനകത്ത് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനമുണ്ടാകുന്നു, വിജ്ഞാനത്തിൻ്റെ വ്യാപനമുണ്ടാകുന്നു, അറിവിൻ്റെ കുത്തക അവസാനിക്കുന്നു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ ജനാധിപത്യവൽക്കരണം, ജനകീയവൽക്കരണം, ആ വാക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്ന വിചാരങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യമാകുമ്പോഴേക്കും തിരുവിതാംകൂറിൽ വമ്പിച്ച ഒരു സാമ്പത്തിക മാറ്റം വിധേയമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവിതാംകൂർ സർക്കാർ സാമ്പത്തിക രംഗത്ത് വരുത്തിയ ചില മാറ്റങ്ങളാണ്. അന്നേ വരെ ഭരണകൂടത്തിൻ്റെ കുത്തകയായിരുന്ന ചില വസ്തുക്കൾ, ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ ഇന്ന് കേട്ടാൽ ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, നമുക്കല്ലെങ്കിൽ ചിലപ്പോൾ വിദ്വേഷം തോന്നിയേക്കാം. എന്തായിരുന്നു സർക്കാർ കുത്തകാധികാരം ഉപയോഗിച്ച് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ? ഒന്ന് കറപ്പ്, കഞ്ചാവ്, പുകയില, പിന്നെ കേരളത്തിനകത്ത് തന്നെ തെങ്ങ് ചെത്തി കള്ളെടുക്കുന്ന വ്യവസായം. ഇതൊക്കെ സർക്കാരിൻ്റെ കുത്തകയായിരുന്നു. ഈ കുത്തകാവകാശം സർക്കാർ വേറൊരു അർത്ഥത്തിൽ വിട്ടുകൊടുക്കുന്നു. സ്വകാര്യ വ്യക്തികൾക്ക് ഈ സംഘത്തിലേക്ക് ഇടപെടാൻ വേണ്ടി വരും. എന്തിനാണ് ഈ കറുപ്പും കഞ്ചാവും പുകയില എന്നല്ലേ? പുകയില പോട്ടെ, കറുപ്പും കഞ്ചാവും എന്ന് പറയുന്ന അന്നത്തെ ആയുർവേദ ചികിത്സയ്ക്ക്, രോഗത്തിൻ്റെ നിവാരണത്തിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന മരുന്നുകളായിരുന്നു. കറുപ്പും കഞ്ചാവും കഴിച്ചാൽ ലഹരി കയറിയ വേദന അറിയില്ല. വേദന സംഹാരിയായിട്ട് ആയുർവേദത്തിൽ അന്ന് കൊടുത്തിരുന്നത് കറുപ്പും കഞ്ചാവുമായിരുന്നു. പല ഔഷധങ്ങളിലും കൂട്ടായിട്ടും അവർ ചേർക്കുമായിരുന്നു. ഔഷധ കൂട്ടുകൾ, ഫാർമക്കോളജി എന്ന് പറയുന്ന ഔഷധ നിർമ്മാണ പ്രക്രിയയിലും ഇത് മരുന്നുകൾ ചേർത്തിരുന്നു. 1850കളുടെ മധ്യത്തിൽ തിരുവിതാംകൂറിൽ ദിവാനായി എത്തിയ 29 വയസ്സുകാരനായ സർ ടി മാധവറാവു, അദ്ദേഹമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്ന ഒരു പ്രതിമ, അതിന് സ്റ്റാച്യു എന്ന് തന്നെയാണ് പേര്. 29ാമത്തെ വയസ്സിൽ തിരുവിതാംകൂറിൽ ദിവാനായിരുന്നു. ബ്രിട്ടീഷുകാരാണത് നിർദ്ദേശിച്ചത്. അദ്ദേഹമാണ് ഈ ലൈസൻസ് സമ്പ്രദായം കൊണ്ടുവരുന്നതും സ്വകാര്യ വ്യക്തികളെ കള്ളും കഞ്ചാവും ഒക്കെ കച്ചവടം ചെയ്യാൻ പ്രേരിപ്പിച്ചതും. അങ്ങനെ സർക്കാരിനെ മുൻകൂട്ടി
ഒരു വരുമാനം നിർണ്ണയിക്കാൻ സാധിച്ചു. അങ്ങനെ കിട്ടിയ വരുമാനത്തിൽ ഒരു വിഹിതമാണ് കേരളത്തിന്റെ തിരുവിതാംകൂറിന്റെ വിദ്യാഭ്യാസ വ്യാപനത്തിന് വേണ്ടി വിനിയോഗിച്ചത്. 1860-കളാവുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ നിർബന്ധം വരുന്നു, മിഷണറിമാരുടെ സമ്മർദ്ദം വരുന്നു. അതിന്റെ ഫലമായി മിഷണറിമാർ സ്ഥാപിച്ച സ്കൂളുകൾക്ക് ഗ്രാന്റ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു നിയോഗം സർക്കാരിൽ അർപ്പിതമാകുന്നു. അവയെ ഗ്രാൻഡ് എയ്ഡ് സ്കൂളുകൾ എന്നാണ് പറയുന്നത്. ഇന്നത്തെ എയ്ഡ് കോളേജുകളുടെയും എയ്ഡ് സ്കൂളുകളുടെയും ആദ്യ രൂപമാണ് ഗ്രാൻഡ് എയ്ഡ് സ്കൂളുകൾ. അപ്പൊ സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി തന്നെ വിദ്യാലയങ്ങൾ നടത്താനുള്ള അധികാരം സ്വകാര്യ മാനേജർമാർക്ക് കിട്ടുന്നതിൽ ഏറ്റവും അന്ന് ഒറ്റ മാനേജരേ ഉള്ളൂ, ക്രൈസ്തവ സഭകളാണ്. പിന്നെയുള്ള സർക്കാർ വിദ്യാലയങ്ങളാണ്. ആകെയുള്ള വിദ്യാലയങ്ങളുടെ 4/3 ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കായിരുന്നു. 4/1 മാത്രമേ സർക്കാരിൻ്റെതുള്ളൂ. മറ്റൊരു ഏജൻസിയും മറ്റൊരു സംഘടനയും മറ്റൊരു സ്ഥാപനവും തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം നടത്തിയിരുന്നില്ല. മലബാറിൽ ഇത് തന്നെ, കൊച്ചിയിൽ വലിയ വ്യത്യാസമില്ലാതെ പോയി. മലബാറിൽ ഇത് തന്നെയാണ് വ്യത്യാസം. അവിടെ ചില മുനിസിപ്പാലിറ്റികൾ 1880-കളാവുമ്പോഴേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുന്നു. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിദ്യാലയങ്ങൾ നടത്താനുള്ള അധികാരം കൊടുക്കുന്നു. അങ്ങനെ സർക്കാരിൻ്റെ തന്നെ ഉടമസ്ഥയിൽ എന്ന് പറയാവുന്ന ബോർഡ്, ജില്ലാ ബോർഡ്, മലബാറിൽ ഇപ്പോഴും ചില സ്കൂളുകളുടെ പേര് ബോർഡ് സ്കൂൾ എന്നാണ്. അങ്ങനെ സ്കൂളുകൾ വരുന്നു. എന്താണ് ഇതിൻ്റെ ആത്യന്തികമായ ഫലം? ഒരു ഭാഗത്ത് സാമ്പത്തിക രംഗത്ത് മാറ്റം വരുന്നു, വിദേശ മൂലധനം ഇവിടെ നിക്ഷേപിക്കപ്പെടുന്നു, ഭൂവുടമബന്ധങ്ങളിൽ മാറ്റം വരുന്നു. അതിൻ്റെ ഫലമായി സമ്പന്നരായ ഒരു ന്യൂനപക്ഷം പുതിയ ഭൂവുടമകൾ രംഗത്ത് വരുന്നു. പ്രത്യേകിച്ച് 1865 തിരുവിതാംകൂർ മഹാരാജാവ് പുറപ്പെടുവിച്ച ഒന്നാമത്തെ ഭൂപരിഷ്കാര നിയമം, 957 നിയമത്തിൻ്റെ മുന്നോടി. 57 ബില്ലിന് സമാനമായിട്ടുള്ളതായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം. അതനുസരിച്ച് സർക്കാർ വക ഭൂമി, പണ്ടാർ വക ഭൂമി കൈവശം വച്ചിരുന്ന ഭൂവുടമകൾക്ക്, പാട്ടക്കുടിയാന്മാർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശവും കൈവശാവകാശവും, ഉടമസ്ഥാവകാശവും പിന്തുടർച്ചാവകാശവും കൈമാറ്റാവകാശവും കിട്ടുന്നു. കൈമാറ്റം എന്ന് വെച്ചാൽ ഭൂമി വിൽപ്പന, കച്ചവടം. അങ്ങനെ ഭൂമി ഒരു കച്ചവട ചരക്കാകുന്നു. നമ്മൾ നാളികേരവും നെല്ലും പശുവും പോത്തിനെയൊക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലെ ഭൂമി വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം. ഭൂമി വിൽക്കാനും വാങ്ങാനും അവസരമുണ്ടായപ്പോൾ വിദേശ മുതലാളിമാർ ഇന്ത്യയിലേക്ക് വരുന്നു. അവർ ഭൂമി വാങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് മൂന്നാറിൽ 3000 ഏക്കർ ഭൂമി, വനഭൂമി, തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന ഒരു മൺട്രോയുടെ പൗത്രൻ മൺട്രോ വിലയ്ക്ക് വാങ്ങുന്നത്. ഇതിന് സമാനമായ നിയമങ്ങൾ കൊച്ചിയിലുണ്ടായി, മലബാറിൽ ഉണ്ടായില്ല. അപ്പൊ ഇത്തരത്തിൽ ഭൂമിയിൽ ഇടപാട് വരുമ്പോൾ കച്ചവട സ്ഥാപനങ്ങൾ വരുമ്പോൾ, ഭൂമി കച്ചവടത്തിലേക്ക് വരുമ്പോൾ അതിന് സമ്പന്നരായ ഒരു വിഭാഗം ഉണ്ടാകുന്നു, വിദേശിയും സ്വദേശിയുമായ മുതലാളിമാരുണ്ടാകുന്നു. ഒരു ഭാഗത്ത് മുതലാളി ഉണ്ടായിക്കഴിഞ്ഞാൽ മറുഭാഗത്ത് തൊഴിലാളിയുണ്ട്. 3000 ഏക്കർ ഭൂമി മൂന്നാറിൽ വിലയ്ക്ക് വാങ്ങിയ വനം, അവിടെ വനമാണത്. ആ വനം വെട്ടി വെളിവാക്കുന്നതിന് വേണ്ടി തൊഴിലാളികളെ ആവശ്യമുണ്ട്. തൊഴിലാളി എന്നുള്ള പദം വന്നില്ല, അന്ന് പറഞ്ഞിരുന്ന പേര് വേലക്കാർ എന്നായിരുന്നു. വേലക്കാർ വേണം. ആ വേലക്കാർ എവിടെ നിന്ന് വരും? ഈ വനഭൂമി വെട്ടി വെളിയാക്കാനുള്ള വേലക്കാർ കേരളത്തിലെ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ജാതി വ്യവസ്ഥയിൽ കിടന്ന ഏറ്റവും അടിയാള ജാതിയിൽപ്പെട്ടവർ തങ്ങളുടെ അടിമത്തത്തിൽ നിന്നും അടിമ കച്ചവടത്തിൽ നിന്നും മോചനം നേടുന്നതിന് വനമല കയറി. തികയാത്ത കുറെ ആൾക്കാർ അപ്പുറത്ത് പീരുമേടിന്റെ അപ്പുറം കമ്പം, തേനി ഭാഗത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും വന്നു. അങ്ങനെ ജാതി വ്യവസ്ഥയിലുള്ള ചില വിള്ളലുകൾ ഉണ്ടായി. ആ വിള്ളലിന്റെ ഫലമായിട്ട് ജാതി അടിയാളന് പകരം കൂലി തൊഴിലാളി വരുന്നു, കൂലി അടിമ. ജാതി അടിമയ്ക്ക് പകരം കൂലി അടിമ വരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് മുതലാളി വരുന്നു, മറുഭാഗത്ത് തൊഴിലാളി വരുന്നു. കേരളത്തിന്റെ സാമൂഹ്യ ക്രമത്തിൽ വരുന്നൊരു മാറ്റമാണ്. ആ സാമൂഹ്യക്രമം ഏറ്റവും അടിത്തട്ടിലാണ് സംഭവിച്ചതെങ്കിൽ ഉയർന്ന തട്ടിൽ സമ്പന്നരായ ഒരു ന്യൂനപക്ഷം വരുന്നു. ആ സമ്പന്ന ന്യൂനപക്ഷത്തിൽ മേൽജാതിയിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല, ഈഴവരാതി പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് മുതലാളിമാരാകാൻ കഴിയുന്നു, ഭൂവുടമകളാകാൻ കഴിയുന്നു, കച്ചവടക്കാരാകാൻ കഴിയുന്നു, വ്യാപാരികളാകാൻ കഴിയുന്നു. സംഗതികൾ അല്ലെങ്കിൽ കറുപ്പും കഞ്ചാവും ഇറക്കുമതി ചെയ്യുകയും കയറ്റുമതി ചെയ്യുന്ന അവസ്ഥയിലേക്ക് വളരുന്ന ഒരു ചെറു ന്യൂനപക്ഷം. മുതലാളിമാർ എല്ലാ ജാതിയിലും, അടിയാള ജാതിയിൽ ഒഴികെ ബാക്കി എല്ലാ ജാതികളിലും വരുന്നു. അങ്ങനെ 19-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയാകുമ്പോൾ, ഉത്തരാർത്ഥമാകുമ്പോൾ കേരളത്തിന്റെ, പ്രത്യേകിച്ച് തമിഴ്നാട്, തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും മണ്ഡലത്തിൽ മാറ്റം വരുന്നു. ഈ മാറ്റത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഒരു മധ്യവർഗ ബുദ്ധിജീവി വിഭാഗം വളർന്നു വരുന്നു. സമ്പന്നരായ ഒരു ചെറു ന്യൂനപക്ഷവും
ബുദ്ധിജീവികളായ മറ്റൊരു ന്യൂനപക്ഷവും വരുന്നു. ഈ രണ്ട് കൂട്ടരുമായിരുന്നു കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പിൻബലം. നേതൃത്വം കൊടുത്ത് ചട്ടമ്പി സ്വാമിയായിരിക്കാം, ശ്രീനാരായണനായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമുഖരായ സാമൂഹ്യ പരിഷ്കർത്താക്കളായിരിക്കാം. പക്ഷെ അവരുടെ സിദ്ധാന്തങ്ങളെ ജനങ്ങളിൽ എത്തിച്ചതാൽ ഇവര് അന്തർമുഖന്മാരായ സന്യാസിമാർ ആൾക്കൂട്ടത്തിന് നോക്കി പ്രസംഗിച്ചവരല്ല, തെരുവോരങ്ങളിൽ നിന്ന് വാചകമടിച്ചവരല്ല, കവലകളിൽ പോയിരുന്ന് അല്ലെങ്കിൽ അമ്പലത്തിലെ ആൽത്തറയുടെ ചുവട്ടിൽ പോയിരുന്ന് വർത്തമാനം പറഞ്ഞ് വിശ്വാസികളെ ആവാഹിച്ചവരല്ല. ഇവര് പറഞ്ഞ കാര്യങ്ങൾ ബലമുള്ളതാണ്, സാമൂഹ്യ വ്യവസ്ഥയിലെ വിവേചനത്തിനെതിരായിട്ടുള്ളതാണ്, സാമൂഹ്യ വ്യവസ്ഥയെ വിമർശിക്കുന്നതാണെന്ന് കണ്ട് മനസ്സിലാക്കിയ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച ബുദ്ധിജീവികളായിരുന്നു ഇവരെ പിൻബലം. നമുക്കറിയാം, ചട്ടമ്പി സ്വാമികൾ പരസ്യം ഇഷ്ടപ്പെട്ട, പരസ്യത്തിന് വേണ്ടി പിന്നാലെ പോകുന്നയാളായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പിൻബലമാരായിരുന്നു പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയും അതേപോലെ മന്നത്ത് പത്മനാഭനെയും പോലുള്ള ആൾക്കാർ. ശ്രീനാരായണൻ അന്തർമുഖനായ സന്യാസിയാണ്. അദ്ദേഹം പോകുന്നിടത്തൊക്കെ ആൾക്കാർ വന്നാൽ അവരോട് സംസാരിക്കും എന്നല്ലാതെ ആരോടും അങ്ങോട്ട് എന്ന് സംസാരിക്കുന്ന ആളല്ലേ അദ്ദേഹം. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വക്താക്കളാരായിരുന്നു, അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ലോകത്തിന് മുഴുവൻ പകർന്നു കൊടുത്തയാരായിരുന്നു? പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച ഡോക്ടർ പൽപുവിനെയും കുമാരനാശാനെയും പോലുള്ളവർ. അവരോടൊപ്പം തന്നെ ഈ സന്യാസശ്രേഷ്ഠന്മാരുടെ കൂടെ അല്ലെങ്കിൽ പോലും വളർന്നു വന്ന ഉൽപ്പതിഷ്ണുക്കളായ മറ്റൊരു വിഭാഗമുണ്ടായിരുന്നു. ആ മറ്റു വിഭാഗം എന്ന് പറയുന്നവരാണ് തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജ്, ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്. അവിടുന്ന് പഠിച്ച് 19ാമത്തെ വയസ്സിൽ തിരുവിതാംകൂർ സർക്കാരിന്റെ അഴിമതിയെ വിമർശിച്ചതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ജി പരമേശ്വരൻ പിള്ള എന്ന പിന്നീട് പ്രസിദ്ധനായ ബാരിസ്റ്റർ GP പിള്ള, അദ്ദേഹത്തെ കലാലയത്തിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം പിന്നീട് 1890കളിലാവുമ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായി മാറുകയാണ്. തിരുവിതാംകൂറിലെ അഴിമതിക്കെതിരെയും വിവേചനത്തിനെതിരെയും സമരം ചെയ്യുകയാണ് വെളിയിൽ നിന്നുകൊണ്ട്. പൗരാവകാശ മുന്നണി ഉണ്ടാക്കി പൗരബോധം വളർത്തുകയാണ്. പബ്ലിക് സ്ഫിയർ, ഒരു പൊതു ഇടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മഹാരാജാസ് കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥിയായിരുന്നു രാമകൃഷ്ണപിള്ള. ഒരു പത്രത്തിന്റെ പേരിനോടൊപ്പമാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ബുദ്ധിജീവിയായിരുന്നില്ലേ? മഹാത്മാഗാന്ധിയെയും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെയും കുറിച്ച് ജീവചരിത്രം എഴുതിയവർ. കാൾ മാർക്സിന്റെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായി എഴുതിയ അദ്ദേഹമാണല്ലോ. അദ്ദേഹത്തെ ബുദ്ധിജീവി അല്ലെന്ന് പറയാൻ പറ്റുമോ? അതേപോലെ തന്നെ GK മാധവൻ, അദ്ദേഹത്തിന്റെ പേര് തന്നെ ദേശാഭിമാനി GK മാധവൻ എന്നാണ്. സ്വദേശാഭിമാനി പത്രം വായിച്ച് ആവേശം കൊണ്ട ആളായിരുന്നു GK മാധവൻ, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ. പക്ഷെ പത്രം കണ്ടുകെട്ടി. ആ കണ്ടുകെട്ടിയ പത്രത്തെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ മാധവൻ ഒരു ശ്രമം നടത്തുന്നു. സർക്കാർ അനുവദിച്ചില്ല, നിരോധിച്ച പത്രമാണ്, നടത്താൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് സ്വദേശാഭിമാനി വിട്ടിട്ട് ദേശാഭിമാനി തുടങ്ങുന്നത് 1914. 1930 അദ്ദേഹം അന്തരിക്കുന്നവരെ പത്രം നടത്തിയിരുന്നു. അപ്പൊ ദേശാഭിമാനി പത്രം ഇന്നത്തെ ദേശാഭിമാനി അല്ല, അത് പിന്നീട് ഉണ്ടായതാണ്. അത് പിന്നീട് P. കൃഷ്ണപിള്ള ഉണ്ടാക്കിയതാണ്. അന്നത്തെ GK മാധവന്റെ പേര് തന്നെ ദേശാഭിമാനി GK മാധവൻ എന്നാണ്. അങ്ങനെ എത്രയോ പത്രങ്ങൾ. പത്രം വായിക്കുന്നതാരാ? പത്രം നടത്തുന്നതാരാ? പത്രാധിപന്മാരാരാ? ബുദ്ധിജീവികളല്ലേ. ഈ ബുദ്ധിജീവികളാണ് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മലബാറിലെ അടങ്ങുന്ന കേരളത്തിന്റെ പൊതുബോധത്തിനും പൊതു ഇടത്തിനും നേതൃത്വം കൊടുത്തവർ സൃഷ്ടിച്ചവർ. അവർക്ക് ചാലകശക്തിയായി പ്രവർത്തിച്ചത്, അവർക്ക് പ്രേരകമായി പ്രവർത്തിച്ചത്, അവരുടെ മാർഗദർശികളായി പ്രവർത്തിച്ചത് ചട്ടമ്പി സ്വാമികളും അതേപോലെ ശ്രീനാരായണനെ പോലുള്ള ആൾക്കാരാണ്. ഇവരറിയപ്പെടുന്ന സന്യാസിമാരായിട്ടാണ്. പിൽക്കാലത്ത് ഇവരുടെ ആത്മീയതയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുകയും അവരെ സന്യാസി ശ്രേഷ്ഠന്മാരായിട്ട് ന്യൂനീകരിക്കുകയും ചെയ്തു കളഞ്ഞു. അവരത് കുറച്ചു കളഞ്ഞു എന്ന് ഞാൻ പറയും. അവർ വെറും അവർ സന്യാസ ജീവിതം നയിച്ചവരാണ്, സന്യാസിമാർ തന്നെയാണ്. പക്ഷെ ഒരാൾ സന്യാസ ജീവിതം നയിക്കുന്നതുകൊണ്ട് ലൗകികമായ മറ്റു കാര്യങ്ങളിൽ ഇടപെടില്ല എന്നർത്ഥമില്ലല്ലോ. ജനങ്ങളുടെ ലൗകിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ സന്യാസ ശ്രേഷ്ഠന്മാർ ശ്രമിച്ചത്. അങ്ങനെ അവർ നോക്കിയപ്പോൾ, സമൂഹത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടതാണല്ലോ ശ്രേണി വ്യവസ്ഥമായ ജാതി വ്യവസ്ഥ. തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവനും ജാതി അടിസ്ഥാനത്തിൽ അടിയളന്ന് അകലെ നിർത്തേണ്ടവർ. അവർ സന്യാസ ജീവിതം നയിച്ചോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഇടപെടുന്നു. ഗുരു പറഞ്ഞുവല്ലോ, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത്.
ശ്രേണീബദ്ധമായ ജാതി വ്യവസ്ഥ ഉണ്ടാക്കി വെച്ച് മനുഷ്യ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? സമ്പത്തും അധികാരവും ഒരു ന്യൂനപക്ഷത്തിൽ കേന്ദ്രീകരിക്കും. സമ്പത്ത് എന്ന് പറയുന്ന ഭൂമിയാണ്. ആ ഭൂമിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ആരാണ്? ഈ ഭൂമിയിൽ ഉടമസ്ഥാവകാശമില്ലാത്ത അടിയാള ജാതിയിൽപ്പെട്ടവർ. ഇടനിലക്കാരായി മറ്റു ചില ജാതിക്കാരുണ്ടാവാം. ഈ സമ്പത്തിന്റെ ഉടമകളാരാ? ആ ഉടമകൾ ബ്രാഹ്മണരാണ്, ക്ഷത്രിയരാണ്. കേരളത്തിൽ വൈശ്യന്മാരില്ല, അങ്ങനൊരു ജാതി കേരളത്തിലേ ഇല്ല. ഉത്തരേന്ത്യയിൽക്കാരുന്ന ചാതുർവർണ്ണയത്തിലെ ഈ ചാതുർവർണ്ണയം കേരളത്തിന് ബാധകമേ അല്ല. ഒരു കാലത്തും കേരളത്തിൽ ചാതുർവർണ്ണയം ഉണ്ടായിരുന്നില്ല എന്നാണ് ചട്ടമ്പി സ്വാമി പറയുന്നത്. ഉത്തരേന്ത്യയിലെ ഗംഗാസമുദ്രത്തിലെയോ ഇന്ത്യൻ വിദ്യാ സാനുക്കളിലെയോ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ചാതുർവർണ്ണയം, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറഞ്ഞ ഒരു ചാതുർവർണ്ണയം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അതോടെ ആരോപിച്ച് ആരിലെങ്കിലും പേരിൽ ആരോപിക്കാനും ഒക്കില്ല. കേരളത്തിൽ കുറെ ജനങ്ങളുണ്ടായിരുന്നു. അവരുടെ ഉൽപ്പത്തിയെക്കുറിച്ച് വേറെ പഠനങ്ങൾ നടത്തണം. അവരെവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ വന്നത്, ഭൂമി ഉണ്ടായ കാലം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന മുതലായ കാര്യങ്ങളുണ്ട്. പക്ഷേ ജാതിശ്രേണിയിലെ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് കേരളത്തിന്റെ ഉടമകളാരാ? ബ്രാഹ്മണരും ക്ഷത്രിയരുമാണ് ഭൂമിയുടെ ഉടമകൾ. ബ്രാഹ്മണർ രണ്ട് കാര്യങ്ങളുടെ പേരിൽ ഭൂമി കൈവശം വയ്ക്കുന്നു. ദേവസ്വം എന്നും ബ്രഹ്മസ്വം. ദേവന്റെ പേരിൽ കുറെ ദേവന്മാരെ കൊണ്ടുവന്നു. കുറേയൊന്നുമില്ല, 3-4 പേരേ ഉള്ളത്. ഒന്ന് ശിവനാണ്, മറ്റത് വിഷ്ണുവാണ്, മറ്റത് ദേവിയാണ്. അവർക്ക് ദേവസ്വം, ദേവന്റെ ഭൂമി കൈവശം വയ്ക്കുന്നത് ബ്രാഹ്മണ. ഇനി പൂജാരിയുണ്ട്, അത് ബ്രാഹ്മണനാണ്, അവനും കുറെ ഭൂമി. അപ്പോ സമ്പത്തിലെ ഭൂമിയുടെ നല്ലൊരു ശതമാനം, നല്ലൊരു ഭാഗം ബ്രാഹ്മണരുടെ ഉടമസ്ഥതയിലാകുന്നു. ആ ബ്രാഹ്മണർക്ക് താങ്ങും തണലുമായിട്ടുന്ന ക്ഷത്രിയന്മാർക്ക് ബാക്കി ഭൂമി. ക്ഷത്രിയ എന്ന് വെച്ചാൽ നാടുവാഴികളാണ്. നാടുവാഴികളുടെ ഭൂമി. അതിനാണ് പണ്ടാരവക തിരുവിതാംകൂറിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സമ്പത്തിന്റെ സിംഹഭാഗവും കൈവശം വെച്ച് അനുഭവിച്ചു പോന്നിരുന്ന ബ്രാഹ്മണരെ, അവരെ പിന്താങ്ങിക്കൊണ്ട് നിൽക്കുന്ന, അവർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ക്ഷത്രിയന്മാരും, ഇവരെല്ലാം കൂടിയാണ് കേരളം ഉണ്ടാക്കിയെന്ന കള്ളക്കഥയാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചിരുന്നത്. അതാണ് പരശുരാമ കഥ. അവരുണ്ടാക്കിയ പേരാണ് കേരളത്തിൽ പരശുരാമ ക്ഷേത്രം. എന്തുകൊണ്ടാണ് പരശുരാമ ക്ഷേത്രം എന്ന് പറയാൻ? പുരാണ കഥാപാത്രമായ, ഇതിഹാസപരത്തിൽ പുരാണത്തിലുള്ള പുരാണ കഥാപാത്രമായ പരശുരാമൻ, അദ്ദേഹം അവതാര പുരുഷനുമാണെന്ന് പറയുന്നത്. വിഷ്ണു പുരാണ പ്രകാരം അദ്ദേഹം അവതാര പുരുഷനാണ്. ആ അവതാര പുരുഷനായ പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹം 21 തവണ ക്ഷത്രിയരെ, ഭൂമിയിലുള്ള ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയെന്നാണ്. ക്ഷത്രിയ നിഗ്രഹം നടത്തിയതിനു ശേഷം ക്ഷത്രിയ രക്തം വീണ് മലിനമാകാത്ത ഒരു പുണ്യഭൂമി ഉണ്ടാക്കി അവിടെ ഇരുന്ന് ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിക്കുന്നതിന് വേണ്ടി വരുണദേവനോട് അഭ്യർത്ഥിച്ചു. വരുണദേവൻ പറഞ്ഞു, നീ എന്തായാലും തന്റെ ഈ കൊലപാതക പരിപാടികളെ നിർത്താൻ പോവുകയല്ലേ, ക്ഷത്രിയ നിഗ്രഹം അവസാനിപ്പിക്കാൻ പോവുകയല്ലേ, അതുകൊണ്ട് നിന്റെ മഴു വലിച്ചെറിയ, കോടാലി വലിച്ചെറിയുക, അത് ചെന്ന് വീഴുന്ന സ്ഥലത്ത് നിന്ന് കടൽ മാറും, കര പൊന്തി വരും, അവിടെ നിനക്ക് ധ്യാനിക്കാം, അവിടെ നിനക്ക് ജീവിക്കാം എന്ന് പറഞ്ഞു എന്നാണ്. ഇതാണ് പരശുരാമ കഥ. അതാണ് കേരളോൽപ്പത്തിയിലെ കേരളമാഹാത്മ്യം. കേരളത്തിൽ ബ്രാഹ്മണന്മാർ എഴുതി പ്രചരിപ്പിച്ചതാണ് കേരളോൽപ്പത്തി, കേരളമാഹാത്മ്യം. അതനുസരിച്ച് കേരളം ബ്രാഹ്മണരുടെ വകയാണ്. അതിൽ തന്നെ കേരളത്തിൽ അത് കന്നഡ പ്രദേശത്തെ, കൊങ്കണ തീരത്തെ കുറെ പ്രദേശങ്ങളെയും പരശുരാമൻ ഇതുപോലെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 64 ഗ്രാമങ്ങളാക്കിയെന്നും അത് 32 ഗ്രാമങ്ങൾ കന്നഡ ദേശത്താണെന്നും ബാക്കി 32 ഗ്രാമങ്ങൾ കേരളത്തിലാണെന്നും ഈ 32 ഗ്രാമങ്ങളിലെയും ഉത്തരമേഖല ബ്രാഹ്മണ കുടികളിലെയും പേരുകളും പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. ബ്രാഹ്മൺ സെറ്റിൽമെന്റ്സ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള മറ്റു ചില കൃതികൾ പിന്നീട് വന്നിട്ടുമുണ്ട്. അങ്ങനെ വന്നുവെങ്കിലും കേരളത്തെക്കുറിച്ചുള്ള സാധാരണ സങ്കല്പം ബ്രാഹ്മണ സൃഷ്ടിയാണ്, പരശുരാമ സൃഷ്ടിയാണ്, ബ്രാഹ്മണരാണ് ഉപാസന. 32 ഗ്രാമങ്ങളായിട്ട് കേരളത്തെ വിഭജിച്ചു. ഈ 32 ഗ്രാമങ്ങളും ബ്രാഹ്മണരുടെ വകയാണ്. അപ്പൊ കേരളം ബ്രാഹ്മണരുടെ വകയാണ്. ഇതാണ് പരമ്പരാഗതമായി കേരളത്തിൽ പഠിപ്പിച്ചു പോകുന്നത്. ഇതാണ് നിരക്ഷരനായ അടിയാളന്റെ തലച്ചോറിലേക്ക് വരെ കടത്തി വിട്ടിരിക്കുന്നത്. മസ്തിഷ്ക പ്രക്ഷാളനം എന്നൊക്കെ പറയാം. സംസ്കൃത ഭാഷയെ കുത്തകയാക്കി വെച്ച് അതിലുള്ള വിജ്ഞാനവാരെയും അറിയിക്കാൻ സമ്മതിക്കാതെ, പഠിക്കാൻ സമ്മതിക്കാതെ, ശൂദ്രൻ അക്ഷര സംയുക്തം ദുരിത പരിവർജനയിലെന്ന് പറഞ്ഞ് വിജ്ഞാനം നിഷേധിച്ച് വിജ്ഞാനത്തെ കുത്തകയാക്കി മോണോപ്പൊളിയാക്കി വയ്ക്കുന്ന ഈ വർഗത്തിന്റെ, അത് വർഗമാണ്, വെറും ജാതി നിയമം, അതൊരു വർഗമാണ്, ഭൂവുടമ വർഗം. ആ വർഗത്തിന്റെ കുത്തക അധികാരത്തെ വെല്ലുവിളിക്കുകയും പിച്ചി ചീന്തുകയും ചെയ്യുകയാണ് ചട്ടമ്പി സ്വാമി. സഹസ്രാബ്ദങ്ങളായിട്ടോ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ടോ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയെയും ആ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് നിലാരമായിരുന്നൊരു ദാർശനിക പദ്ധതിയെയും സിദ്ധാന്തങ്ങളെയും നിഷ്കരണം വലിച്ചു കീറുകയാണ്, അടിച്ചുടയ്ക്കുകയാണ് ചട്ടമ്പി സ്വാമി. അതുകൊണ്ടാണ് പുതിയൊരു സമൂഹം അദ്ദേഹം സൃഷ്ടിച്ചു, ഒരു പ്രബുദ്ധത അദ്ദേഹം ഉണ്ടാക്കി എന്ന് നമ്മൾ പറയുന്നത്.
അതിന് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പ്രാചീന മലയാളം. 2 ഭാഗങ്ങളുണ്ടാകുന്ന പുസ്തകത്തിന് വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല. ആ പ്രാചീന മലയാളത്തിൽ അദ്ദേഹം പറയുന്നു, കേരള നാടിനെ ഉണ്ടാക്കിയത് ബ്രാഹ്മണരല്ല. സ്കന്ദപുരാണത്തിലെ ഒരു ഉദാഹരണം എടുത്തുകൊണ്ടാണ് പരശുരാമനെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സ്കന്ദപുരാണത്തിൽ ഇങ്ങനെ പറയുന്നു, പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞതിന് ശേഷം ഒരു ഭൂമി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ വരണദേവന്റെ സഹായത്തോട് ഭൂമി ഉണ്ടാക്കി. അതിൽ തന്നെ ചില ഒന്നിലേറെ കഥകൾ പ്രചരിക്കുന്നുണ്ട്. അതിലൊരു കഥയിൽ പറയുന്നത് ഗോകർണത്ത് നിന്നും സുബ്രഹ്മണ്യത്തിലേക്ക് മഴു എറിഞ്ഞു എന്നാണ്. ഗോകർണം നമുക്കറിയാം ഇവിടെ കർണാടകത്തിലാണ്. സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ കന്യാകുമാരിയുടെ പേരാണ്. ഗോകർണത്തിൽ നിന്നും സുബ്രഹ്മണ്യത്തിലേക്ക് എറിഞ്ഞു, കടൽ മാറി കരയുണ്ടായി എന്നാണ്. മറ്റൊരു പുരാണത്തിൽ പറയുന്നു സുബ്രഹ്മണ്യത്തിൽ നിന്നും ഗോകർണത്തേക്ക്, അപ്പൊ തെക്ക് നിന്ന് വടക്കോട്ട് എറിഞ്ഞോ വടക്ക് നിന്ന് തെക്കോട്ട് എറിഞ്ഞോ എന്നറിയില്ല. വളരെ നിശമ ആക്ഷേപ ഹാസ്യം ഉപയോഗിച്ചുകൊണ്ട് സർക്കാസ്റ്റിക് ആയിട്ടാണ് ചട്ടമ്പി സ്വാമികൾ ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. ഈ പ്രദേശത്ത് മനുഷ്യരില്ല, അപ്പൊ മനുഷ്യരെവിടെ നിന്നുണ്ടാവും? അപ്പൊ ഇദ്ദേഹം കടൽ മാറി കര വന്നേല, അവിടെ മനുഷ്യരില്ല, ഈ മനുഷ്യരെ എവിടെ നിന്നുണ്ടാക്കും? ആ മനുഷ്യരെ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പൂജാതി കർമ്മങ്ങൾക്ക് സഹായിക്കാൻ ബ്രാഹ്മണര് വേണം. സ്കിൽഡ് വർക്കേഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ്. ചില കാര്യങ്ങൾ ചെയ്യാൻ ചില ആൾക്കാർ വേണം. സ്കാവഞ്ചേഴ്സ് ആണെങ്കിൽ അതിൽ സ്കിൽഡ് വർക്കർ ആക്കാം, തെങ്ങ് കയറ്റുന്നതാണെങ്കിൽ അതിൽ സ്കിൽഡ് വർക്കേഴ്സ് വേണം, മരപ്പണിക്കാണെങ്കിൽ അതിൽ സ്കിൽഡ് വർക്കേഴ്സ് വേണം. അതേപോലെ ഈ പൂജാരി പണിക്കയില അറിയുന്ന ആൾക്കാരുണ്ട്, അവരെ ഉണ്ടാക്കണം. അവർക്ക് പ്രത്യേകം ധാന്യത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പരിചരന്മാരായി കൂടെ നിൽക്കാൻ ചില ആൾക്കാരെ വേണം. അത് ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാം. നോക്കുമ്പോൾ ചുറ്റും ആരുമില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ചട്ടമ്പി സ്വാമി പറയുകയാണ്, അദ്ദേഹം നോക്കിയപ്പോൾ കടപ്പുറത്ത് കുറെ പേര് മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ മീൻ പിടിച്ചവരെ വല ഇങ്ങോട്ട് വാങ്ങി, വലയെറുത്ത് അതിലെ നൂലെടുത്തു, ആ നൂലിനെ പൂണൂലാക്കി യവന്മാരെ തോളത്തങ്ങ് ഇട്ടുകൊടുത്തു. മുക്ക് വരെ ബ്രാഹ്മണരാക്കി എന്നാണ് ചട്ടമ്പി സ്വാമി പറയുന്നത്. അവർക്ക് പൂജാതി കാര്യങ്ങൾ പറഞ്ഞത്, എങ്ങനെയാണ് പൂ എടുക്കേണ്ടത്, എങ്ങനെയാണ് അർച്ചിക്കേണ്ടത്, എങ്ങനെയാണ് തീർത്ഥം എടുക്കേണ്ടത്, കിണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ കിണ്ടിയിൽ എങ്ങനെയാണ് വെള്ളം എടുക്കേണ്ടത് പോലായ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. അങ്ങനെ കേരളത്തിൽ ബ്രാഹ്മണരെ ഉണ്ടാക്കിയതാണ്, മുക്കുവന്മാരെ ബ്രാഹ്മണരാക്കിയതാണ്. അതാണ് ഒരു കഥ. മറ്റൊരു കഥ ഈ പറയുന്നത് ഇങ്ങനെ കേരളം ഉണ്ടാക്കിയതിനു ശേഷം കാകതീയ ദേശത്ത് നിന്ന്, കർണാടകത്തിൽ കുറെ ബ്രാഹ്മണരെ ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ അവർ തിരിച്ചുപോയി. ഈ വിക്രമാദിത്യൻ കഥയിലെ വേതാളം ഉണ്ടല്ലോ, വിക്രമാദിത്യൻ പിടിച്ചു കെട്ടി തോളിലിട്ട് കൊണ്ടുവരും. വരണ വഴിക്ക് അവർ തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെടും. വിക്രമാദിത്യനോട് വേതാളം ഒരു കൊനഷ്ട് ചോദ്യം ചോദിക്കും. ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ വേതാളം അനുസരിച്ച് അടിമയായിട്ട് കഴിഞ്ഞോളാം. ആ ഉത്തരത്തിന് ശരിയായ ഉത്തരം വേതാളം ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം വിക്രമാദിത്യന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ യവൻ കയർ പൊട്ടിച്ച് ചാടിപ്പോവും, വീണ്ടും പോയി മുരുക്ക് വരത്ത് തലകീഴായി കിടക്കും. അതാണ് വേതാളം. അങ്ങനെ വേതാളത്തെ പോലെ കാകതീയ ദേശത്ത് കുറെ ബ്രാഹ്മണന്മാരെ ഇവിടെ കൊണ്ടുവന്നു എന്നും ഇവരിവിടുന്ന് തിരിച്ച് അവര് പരശുരാമന്റെ കണ്ണുവെട്ടിച്ച് അവര് തിരിച്ചു പോയി എന്നാണ്. അങ്ങനെ തിരിച്ചു പോയി നാടുവിട്ട് പോയവരെ വീട്ടിൽ പിടിച്ചു കെട്ടിക്കൊണ്ടെന്ന് അവരെ കുടുംബം മുറിച്ച് ഇവിടെ ആക്കി. ഈ അണ്ണാറക്കണ്ണന്റെ വാല് മുറിഞ്ഞ പിന്നെ കൂട്ടത്തിൽ കയറ്റില്ല എന്ന് അണ്ണാറക്കണ്ണന്റെ ഒരു കഥയുണ്ട് പോലും. അതേപോലെ കുടുംബം മുറിച്ച് ഇവിടത്തുകാരാക്കി, മുൻകുടുംബക്കാരാക്കി ഇവിടെ ഉണ്ടാക്കി. അങ്ങനെ ബ്രാഹ്മണരുണ്ടാക്കിയതാണ്. സൗരാഷ്ട്ര ദേശത്ത് ചില ബ്രാഹ്മണരെ അദ്ദേഹം സൃഷ്ടിച്ചു. അവരെ പേരാണ് ചിത്പാവൻ ബ്രാഹ്മണന്മാർ. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ബാലഗംഗാധരനൊക്കെ ചിത്പവൻ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവരാണ്. അങ്ങനെ ബ്രാഹ്മണരെ പരശുരാമൻ ഉണ്ടാക്കിയതാണ് എന്നാണ് കേരളത്തിലെ ആൾക്കാർ എന്ന് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, കേരളത്തിൽ ബലിഷ്ഠകായരായ ആൾക്കാരുണ്ടായിരുന്നു, അധ്വാന ശേഷിയുള്ളവരും അധ്വാനശീലരായ ആൾക്കാരുണ്ടായിരുന്നു. അവരാണ് കേരളത്തിൽ സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചത്. അവരിൽ ചില ആൾക്കാരെ ബ്രാഹ്മണരാക്കിയ പരശുരാമൻ, അവരിൽ ചില ആൾക്കാർ സ്വയം ബ്രാഹ്മണരായി എന്നാണ്. അതിൽ ചില ആൾക്കാരെ കായിക ബലമുള്ളവരെ, കായിക അഭ്യാസം പഠിച്ചവരെ ക്ഷേത്രപാലകന്മാരായിട്ട്, അങ്ങനെയുള്ള ക്ഷത്രിയന്മാരെന്നുള്ള ക്ഷേത്രപാലകന്മാരാണ്, ഭൂമിയെ കാത്തു സൂക്ഷിക്കുന്നവരാണ്, ഭൂപാലന്മാരാണ് ഈ നാടുവാഴികളായി തീർന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചു. എന്നിട്ട് ഇവിടെ ചില സിൽബന്തിമാരെ ഉണ്ടാക്കി. ആ സിൽബന്തിമാർക്ക് അവരിട്ട് കൊടുത്ത പേരാണ്, ബ്രാഹ്മണിട്ട് കൊടുത്ത പേരാണ് ശൂദ്രന്മാര്. ഈ ശൂദ്രൻ ചാതുർവർണ്ണത്തിലെ ശൂദ്രന്മാരല്ല. മലയാള ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നായന്മാരാ. അതുകൊണ്ട് നാട്ടുപുറത്ത് പണ്ട ആൾക്കാർ പറയും ശൂദ്രനെന്നും തനി മലയാളത്തിൽ ചൂദ്രൻ എന്നും പറയും. അങ്ങനെ ശൂദ്രന്മാരുണ്ടാക്കി. ആ ശൂദ്രന്മാരെയും ബ്രാഹ്മണരുണ്ടാക്കി. ബ്രാഹ്മണരെ മുക്കുവന്മാരെ പിടിച്ച് ബ്രാഹ്മണരാക്കി. അവര് തന്നെ കേരളത്തിന്റെ കള്ളക്കഥകൾ ഉണ്ടാക്കി ഭൂമിയെ കൈവശപ്പെടുത്തി വെച്ചു. അങ്ങനെ അതിനിശ്ചിതമായ ഭാഷയിൽ അതിരൂക്ഷമായ ഹാസ്യത്തോടുകൂടി ബ്രാഹ്മണരുടെ കുത്തക ഭൂമിയുടെ ഉടമസ്ഥ അധികാരം ബ്രാഹ്മണർക്കാണെന്നുള്ള തത്വത്തെ അദ്ദേഹം പൊളിച്ചടുക്കുകയാണ്. അതിന്റെ ഫലം എന്താണ്? ബ്രാഹ്മണർക്ക് ഭൂമിയിൽ അവകാശമില്ല എന്നുള്ളതാണ്. അവർ കയ്യേറ്റക്കാരെന്നാണ്, കുടിയേറ്റക്കാരല്ല, കയ്യേറ്റക്കാരാണ്.
എൻക്രോച്ചേഴ്സ് ആണ്, ഇൻഫിൽട്രേറ്റേഴ്സ് ആണ്. അല്ല മൈഗ്രേഷൻ അല്ല, ഇമ്മിഗ്രൻസ് അല്ലേ അവര് കയ്യേറ്റക്കാരാണ്. ഇവിടുത്തെ ആൾക്കാരെ ഭൂമിയിൽ നിന്ന് അടിച്ച് പുറത്താക്കി എന്തെങ്കിലും നയോപായങ്ങളും ചതിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ചതിയിലൂടെയും നയോപായങ്ങളിലൂടെ ഇവിടുത്തെ ആൾക്കാരെ പുറത്താക്കിയിട്ട് ബ്രാഹ്മണ്യം ഉണ്ടാക്കി അവരിവിടുത്തെ അധ്വാനിക്കുന്ന ജനങ്ങളെ അടിച്ചമർത്തി എന്നാണ് പ്രാചീന മലയാളം എന്ന കൃതിയുടെ 2 ഭാഗങ്ങളായിട്ടുള്ള കൃതിയിൽ പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണർക്ക് ഭൂമിയിലുള്ള കുത്തക അധികാരം ഇല്ലാതെ പോയാൽ സംഭവിക്കുന്നത് എന്താണ്? അവരാരാ? കയ്യേറ്റക്കാരാണ്. പക്ഷെ അവർ ഭാവിക്കുന്നതാണ് ഭൂമിയുടെ ഉടമസ്ഥന്മാരെന്നാണ്. എന്നിട്ട് വിജ്ഞാനം അവരെന്ത് ചെയ്തു? വിജ്ഞാനം കൈപ്പിടിയിൽ ഒതുക്കി വെച്ചു. ആ കൈപ്പിടിയിൽ ഒതുക്കി വെച്ച വിജ്ഞാനത്തെ ജനകീയമാക്കുക, തുറന്നു വിടുകയാണ്. ഈ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, പഠിക്കാനുള്ള അവകാശം കുത്തക അധികാരമാണെന്നുള്ള ബ്രാഹ്മണരുടെ കുത്തകയാണ് വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥത്തിലൂടെ ചട്ടമ്പിപ്പിച്ച് ചെയ്തത്. എന്താണ് ഈ വേദാധികാര നിരൂപണം? വേദം പഠിക്കാനുള്ള അവകാശം ആർക്കാം? പരമ്പരാഗതമായ സ്മൃതികൾ അനുസരിച്ചാണെങ്കിൽ, സ്മൃതികളും സൂത്രങ്ങളും ഒക്കെ അനുസരിച്ചാണെങ്കിൽ അത് പഠിക്കാനുള്ള കുത്തക അധികാരം ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ. ആ വേദങ്ങൾ പഠിക്കുന്നത് മറ്റാരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവന് ദോഷം സംഭവിക്കും. കേൾക്കുന്നവന്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കണമെന്ന് സ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വേദങ്ങളിലില്ല കേട്ടോ. 4 വേദങ്ങളിലോ ആ വേദം എന്ന് പറഞ്ഞാൽ വെറും ഒറ്റ കൃതിയല്ല, 4 ഭാഗങ്ങൾ ചേർന്നാലേ ഒരു വേദമാവുകയുള്ളൂ. ആദ്യത്തത് മന്ത്രം, ശ്രുതി എന്ന് പറയും. രണ്ടാമത്തത് ബ്രാഹ്മണം, മൂന്നാമത്തത് ആരണ്യകം, നാലാമത്തത് ഉപനിഷത്ത്. ആദ്യത്തത് മന്ത്രം, 2, 3 വേദാംഗം, നാലാമത്തത് വേദാന്തം. ആ വേദാന്തമാണ് ഉപനിഷത്ത്. അതുകൊണ്ടാണ് വേദാന്തത്തെ ഔപനിഷദിക ദർശനം എന്ന് ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത്. ഇത്രയും ചേരുന്നതാണ് വേദം. ഈ വേദങ്ങൾ 4 അല്ല 4000 ഉണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇവയെല്ലാം ശ്രുതികളാണ്. ആരെഴുതിയെന്ന് അറിഞ്ഞുകൂടാ. ആരോ എഴുതി, ആരോ കേട്ടു, കേട്ടവൻ ഓർമ്മിച്ചു വച്ചിരുന്നു. അത് ആ ശ്രുതികളാണ്. ശ്രുതികൾ തന്നെ ഓരോരുത്തരും, ഓരോ പണ്ഡിതന്മാരും അല്ലെങ്കിൽ ഓരോ പ്രൊഫസർമാരും അവരെ ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ചു. അവരുടെ കൂടെ ശിഷ്യഗണങ്ങൾ കൂടി. ഒരു ഗുരുവും അവരുടെ ശിഷ്യന്മാരെയും കൂടി ചേർന്ന് ഒരു സ്കൂൾ ഉണ്ടാകുന്നു, ഒരു പദ്ധതി ഉണ്ടാകുന്നു. അങ്ങനെ ആപസ്തംഭനുണ്ട്, മാധ്വനുണ്ട്, സായണനുണ്ട്, കാത്യായനനുണ്ട്. അങ്ങനെ എത്രയോ പേർ വേദത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ വേദങ്ങളിലൊന്നുമല്ല ജാതിയെക്കുറിച്ച് പറയുന്നത്. ആ വേദങ്ങളിലൊന്നുമല്ല ചാതുർവർണ്ണത്തെക്കുറിച്ച് പറയുന്നത്. ആ വേദങ്ങളിൽ പാരംഗതനാണ് ചട്ടമ്പി സ്വാമി. വേദങ്ങളെ അരച്ച് കലക്കി കുടിച്ചവരാണ്. അദ്ദേഹത്തിന് സംസ്കൃത ഭാഷ അറിയാം. അത് ഒറിജിനൽ കൃതി അല്ലെങ്കിൽ തനത് കൃതി തന്നെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ആ വേദങ്ങളിൽ ഇല്ലാത്തതും പിന്നീട് സ്മൃതികളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കൂടി ഉണ്ടാക്കിക്കൊണ്ടുവന്നതുമായ കൃത്രിമമായി ചില ആൾക്കാർ സമ്പത്ത് കൈവശപ്പെടുത്തി വയ്ക്കാൻ വേണ്ടി ചില ആൾക്കാരൊക്കെ ബ്ലേഡ് പൈസ പിരിക്കുമല്ലേ എന്ന് പലിശയുടെ തോന്നിച്ചേക്കുന്ന അവർ തന്നെയാണ്. രാവിലെ 100 രൂപ പലിശയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ 90 രൂപ കൊടുക്കുള്ളൂ. 10 രൂപ ആദ്യമേ പലിശ പിടിക്കും. വൈകുന്നേരം കൊണ്ടുപോയി 90 രൂപ കൊടുക്കണം. മീറ്റർ പലിശ എന്നൊക്കെ ഇവിടെ നാട്ടിൻ പുറത്തുകാർ പറയാം. അതേപോലെ ഒരു നിയമം അവർ തന്നെ കള്ളങ്ങൾ കയ്യേറ്റക്കാര് കൊള്ളക്കാര് തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുക. അതവർ നടപ്പിലാക്കാൻ ശ്രമിക്കുക. പാവങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള കുത്തക എന്താ? ഇവർക്ക് സംസ്കൃതം അറിയാം. ആ സംസ്കൃതം എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ചാണ് പാവങ്ങളെ അടക്കി നിർത്തിയിരുന്നത്. ആ സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ ഏതാണ്? ഇന്ത്യയിൽ ഒരു കാലത്തും ഒരു ജനത വിഭാഗത്തിന്റെയും സംസാര ഭാഷയായിരുന്നില്ല, മാതൃഭാഷയായിരുന്നില്ല സംസ്കൃതം. പക്ഷേ സാംസ്കാരികമായ ഭാഷയായിരുന്നു, ധൈഷണികമായ ഭാഷയായിരുന്നു. ആ ഭാഷയിലുള്ള ധൈഷണികമായ ഗ്രന്ഥങ്ങളെ, വേദാന്തത്തെ അല്ലെങ്കിൽ വേദങ്ങളെ, വിദ്യയെ ഏതാനും ചില ആൾക്കാർ കൈപ്പിടിയിൽ ഒതുക്കി വച്ച് അതിൻ്റെ മഹത്വം കാണിച്ച് മറ്റുള്ളവർക്ക് നിഷേധിച്ചുകൊണ്ട് അകലെ നിർത്തിക്കൊണ്ട് അവർക്കത് പഠിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈയടക്കി വെച്ചിരുന്ന, സഹസ്രാബ്ദങ്ങളോളം കൈയടക്കി വെച്ചിരുന്ന ആ വിജ്ഞാനത്തെ കെട്ടഴിച്ചു വിട്ട് ജനകീയമാക്കിയതാണ് വേദാധികാര നിരൂപണം. വേദം പഠിക്കാൻ മനുഷ്യജീവികൾക്ക് അവകാശമുണ്ട്. മനുഷ്യനായി പിറന്ന എല്ലാവർക്കും വേദം പഠിക്കാൻ. കാരണമെന്താ? വേദത്തിന്റെ അന്തസത്ത ബ്രഹ്മസത്യമാണല്ലോ. ബ്രഹ്മസത്യം അറിയുന്നവനാണല്ലോ, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം അറിയുന്നവനാണല്ലോ ബ്രാഹ്മണൻ എന്നാണ് വയ്പ്. അതറിയാത്തവരായിരുന്നു ഭൂരിപക്ഷവും. ആ ബ്രഹ്മജ്ഞാനം കൈയടക്കിയ, ബ്രഹ്മജ്ഞാനമുള്ള ശ്രീനാരായണനായാലും ചട്ടമ്പി സ്വാമി ആയിരുന്നാലും അവിടെ മനുഷ്യരേ ഉള്ളൂ. ആ മനുഷ്യരിലെല്ലാം ആത്മാക്കളുണ്ട്. ആ ആത്മാവെന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ചൈതന്യമായ, പ്രപഞ്ചത്തിന്റെ സത്യമായ ബ്രഹ്മത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങളാണ്. ബ്രഹ്മം എന്ന് പറയുന്ന ജ്വലിക്കുന്ന ഗോളമാണ് എങ്കിൽ, അത് സൂര്യ തേജസ്സാണ്, സൂര്യനാണ് എങ്കിൽ,
ദിവിസൂര്യ സഹസ്രസ്യ എന്നൊക്കെ പറയുമല്ലോ. ആകാശത്ത് വെച്ച സൂര്യനെ പോലെ നിൽക്കുന്നതാണ് ബ്രഹ്മം എങ്കിൽ, അത് ജ്വലിക്കുന്ന ഒരു അഗ്നിഗോളമാണ് എങ്കിൽ, ആ അഗ്നിഗോളത്തിൽ നിന്നും തെറിച്ചു വീഴുന്ന തീപ്പൊരികളാണ്, സ്പാർക്സ് ആണ് ആത്മാക്കൾ. മനുഷ്യരിലും ജന്തുക്കളിലും എല്ലാം കുടികൊള്ളുന്ന ബ്രഹ്മത്തിന്റെ ഒരു അംശമാണ്. അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ, ഒരു വ്യക്തി പറഞ്ഞാൽ, അതിനർത്ഥം എന്നിൽ കുടികൊള്ളുന്ന ചൈതന്യം, ആത്മൻ, ബ്രഹ്മം എന്ന് പറയുന്ന ഈ ജഗത്തിന്റെ ചൈതന്യത്തിന്റെ ഒരു അംശമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനികൾ എന്ന് പറയുന്നവർ, ആത്മാക്കൾ ബ്രഹ്മത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നവർ, ബ്രഹ്മത്തിന്റെ ഭാഗമാണ് ആത്മാക്കൾ എല്ലാമെങ്കിൽ ആത്മാക്കൾ തമ്മിൽ എന്തിനു വ്യത്യാസം? അവിടെ നായര്, വീഴവനും, ബ്രാഹ്മണനും, പൊലയനും, പറയനും, കുറവനും ഒക്കെ എന്തിനാണ്? എല്ലാവരും ബ്രഹ്മാംശങ്ങളാണ്. ആ ബ്രഹ്മജ്ഞാനമാണ് ചട്ടമ്പി സ്വാമികൾ ഉപയോഗിക്കുന്നത്. ആ ബ്രഹ്മജ്ഞാനം അറിയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ബ്രഹ്മത്തിന്റെ അംശമാണ് ആത്മാവെങ്കിൽ ആ ആത്മാവിനെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. വേദമാർക്കും പഠിക്കാം. വേദാധികാര നിരൂപണം അതാണ് പറയുന്നത്. അപ്പോ ബ്രാഹ്മണരുടെ ഭൂസ്വത്തിന്മേലുള്ള കുത്തകാവകാശത്തെ എടുത്തു കളയുന്നു, പിച്ച് ചീറ്റിക്കളയുന്നു. വേദം പഠിക്കാനുള്ള കുത്തകാധികാരം ബ്രാഹ്മണർക്കാണ് എന്നുള്ളതിനെ വേദാധികാര നിരൂപണത്തിലൂടെ എടുത്തു കളയുന്നു. ഇതിന്റെ തൊട്ടടുത്ത ഭാഗമാണ് ശ്രീനാരായണൻ തന്റെ കർമ്മയോഗത്തിലൂടെ ചെയ്തു വെച്ചത്. ഒരു കല്ലെടുത്ത് വച്ചിട്ട് അത് പ്രതിഷ്ഠയാണെന്ന് പ്രഖ്യാപിക്കുക. ഇതാ ഇരിക്കുന്നു ശിവനെന്ന് കളിയാക്കി പറയുക. കളിയാക്കിയൊന്നും ഞാൻ അർത്ഥത്തിൽ പറയുകയല്ല, പക്ഷെ അതിന്റെ പിന്നിലൊരു സർക്കാസം ഉണ്ട്, ഒരു നർമ്മമുണ്ട്. എന്താണ് ആ നർമ്മം? അത് ബ്രാഹ്മണർക്ക് മാത്രമേ വിഗ്രഹങ്ങൾ സ്ഥാപിക്കാനുള്ള കുത്തകാധികാരം ഉള്ളൂ എന്നതിനെ പിച്ചു ചീത്തുകയാണ്. ആർക്കും വിഗ്രഹം സ്ഥാപിക്കാം. കാരണം അവിടെ കുടികൊള്ളുന്ന ജീവൻ, കുടികൊള്ളുന്ന ചൈതന്യം ബ്രഹ്മത്തിന്റെ അംശമാണ്. ബ്രഹ്മത്തിന്റെ അംശമാണെങ്കിൽ ആർക്കും പ്രതിഷ്ഠ നടത്താം, ആർക്കും ആരാധിക്കാം. ആരാധനയ്ക്ക് വിലക്കുകൾ ഏർപ്പെടുത്താൻ പാടില്ല. ശ്രീനാരായണൻ ചട്ടമ്പി സ്വാമിക്കൊന്നും ആരാധന വേണ്ട. അവർക്ക് ആരാധനയ്ക്ക് അപ്പുറത്തുള്ള ഒരു ബിംബവും ഇല്ലാതെ ആരാധിക്കാൻ കഴിയുന്ന, ഒരു ബിംബവുമില്ലാതെ, ഒരു ഐക്കണുമില്ലാതെ, പ്രതീകങ്ങളില്ലാതെ ആരാധിക്കാൻ കഴിയുന്ന മഹാജ്ഞാനികളായിരുന്നു. അവരുടെ ജ്ഞാനയോഗത്തിന്റെ ഫലമായിട്ടും കർമ്മയോഗത്തിന്റെ ഫലമായിട്ടുമാണ് ആധുനിക കേരളം ജനിക്കുന്നത്. ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്ന, ശ്രേണീബദ്ധമായ ജാതി വ്യവസ്ഥയിൽ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും മൃഗങ്ങൾക്കുള്ള അവകാശം പോലും ഇല്ലാതിരുന്ന, അതാണ് അയ്യങ്കാളി കാണിച്ചു കൊടുത്തത്. ബാലരാമരത്തെ പതിവിലൂടെ അല്ലെങ്കിൽ വെങ്ങാനൂരിൽ നിന്നും ആറാലിമൂട്ടിലെ ചന്തയിലേക്ക് പോകുന്ന റോഡിലൂടെ, പൊതുനിരത്തിലൂടെ കാളയ്ക്ക് പോകാം, നടന്ന് കാഷ്ടിച്ച് ചാണകം വിട്ടുകൊണ്ടു പോകാം, പട്ടിക്ക് പോകാം, കാണുന്ന മയിൽക്കുറ്റിയിലോ തെങ്ങിന്റെ ചുവട്ടിലോ കാലുകൊക്കി നിന്ന് മൂത്രമൊഴിക്കാം. പക്ഷേ മനുഷ്യനായ കാളിക്ക്, അയ്യങ്കാളിക്ക് പോകാൻ കഴിയില്ല. കാളയ്ക്ക് പോകാം, കാളിക്ക് പൊയ്ക്കൂടാ എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന് തമ്മിലുള്ള വിവേചനം, ആ വിവേചനത്തിനെതിരെ നൂറ്റാണ്ടുകളായിട്ടോ സഹസ്രാബ്ദം നിൽക്കുന്ന അവസ്ഥയാണ്. അതിനെ പിച്ചി ചീന്തി എല്ലാ മനുഷ്യർക്കും തുല്യതയ്ക്ക് അവകാശമുണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നതല്ലേ പ്രബുദ്ധത. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണത്തിലായിരുന്നാലും, പ്രാചീന മലയാളത്തിലായിരുന്നാലും, ആദി ഭാഷയിലായിരുന്നാലും, അങ്ങനെ അദ്ദേഹം എഴുതിയ മറ്റെല്ലാ കൃതികളെടുത്തു നോക്കിയാലും അതിലെല്ലാം തെളിഞ്ഞു കാണുന്ന യുക്തിയാണ്. യുക്തിഭദ്രമായിട്ടാണ് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ. ആ യുക്തിയെ ഖണ്ഡിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. യുക്തിഭദ്രമല്ലാത്ത ഒരു കാര്യവും ചട്ടമ്പി സ്വാമിയോ ശ്രീനാരായണനോ പറഞ്ഞിട്ടില്ല. ആ യുക്തിഭദ്രതയെ മാറ്റി നിർത്തി അവരെ ആത്മീയ പരിവേഷം അണിയിച്ച് കണ്ണാടിക്കൂട്ടിനകത്തോ അല്ലാതെയോ വിഗ്രഹങ്ങളാക്കി ആരാധിച്ചവർക്ക് വേറെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ചട്ടമ്പി സ്വാമി ശ്രീനാരായണൻ ജാതിരഹിത സമൂഹം, ജാതി നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം, ജാതി വിവേചനത്തിനെതിരായ തങ്ങളുടെ പോരാട്ടം, അതിനെ തകർക്കുന്നതിന് വേണ്ടി ഈ ബിംബങ്ങളെ, ശ്രീനാരായണനെയും ചട്ടമ്പി സ്വാമിയെയും വിഗ്രഹങ്ങളാക്കി, ബിംബങ്ങളാക്കി മാറ്റിക്കളഞ്ഞു. രാഷ്ട്രീയ അധികാരം പിടിക്കാനായിട്ട് ഈ ബിംബങ്ങളെ എടുത്തു പ്രയോഗിച്ചു എന്നുള്ളത് വിപരീയമാണ്. പക്ഷേ ചട്ടമ്പി സ്വാമിയെയും ശ്രീനാരായണനെയും മനസ്സിലാക്കുന്ന പ്രബുദ്ധ കേരളീയൻ എന്തു വേണം? ആധുനിക കേരളത്തിന്റെ പ്രബുദ്ധതയ്ക്ക് തുടക്കം കുറിച്ചത്, യുക്തി ചിന്തയ്ക്ക് തുടക്കം കുറിച്ചത്, യുക്തി അധിഷ്ഠിതമായ വാദഗതികൾക്ക് തുടക്കം കുറിക്കുന്നത്, മനുഷ്യനെ മനുഷ്യരായി കാണാൻ പഠിപ്പിക്കുന്നത് ഇവരിലൂടെയാണ്. ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇംഗ്ലീഷുകാർ തങ്ങളുടെ കോളനിവൽക്കരണ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഇംഗ്ലീഷ് ഭാഷയിലൂടെയായിരുന്നു. ബ്രാഹ്മണരെന്ന് അവകാശപ്പെട്ടവർ അവരുടെ കുത്തകാധികാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്, കേരളത്തിൽ നടപ്പിലാക്കിയത് സംസ്കൃത ഭാഷയിലൂടെയായിരുന്നു. സംസ്കൃതത്തിൽ മഹാപണ്ഡിതന്മാരായിരുന്ന ചട്ടമ്പി സ്വാമി അല്ലെങ്കിൽ ശ്രീനാരായണൻ സംസ്കൃതത്തിലല്ല സംസാരിച്ചത്, എഴുതിയത് മലയാളത്തിലായിരുന്നു. അവരുടെ മലയാളമാണ് ആധുനിക മലയാളം. അവരുടെ മലയാളമാണ് മാനവികമായ മലയാളം.
അപ്പോൾ വിജ്ഞാനം വിതരണം ചെയ്യാൻ ഭാഷ ആവശ്യമാണ് എന്നും ആ ഭാഷ മാതൃഭാഷ മതി എന്നും സ്ഥാപിക്കുകയായിരുന്നില്ലേ ചട്ടമ്പി സ്വാമി ചെയ്തത്. അപ്പൊ മാതൃഭാഷയിലൂടെ പാശ്ചാത്യ ലോകത്ത് പ്രബുദ്ധത ഉണ്ടായതെങ്ങനെ? എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദവി വെച്ച് ജ്ഞാനോദയമെന്നോ പ്രബുദ്ധതയെന്നോ പാശ്ചാത്യ ലോകത്ത് പ്രകീർത്തിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങളൊക്കെ ഏത് ഭാഷയിലാണ്? ലത്തീൻ ഭാഷയിലല്ല. റോമാ സാമ്രാജ്യത്തിന്റെ അധീശത്വ ഭാഷയായിരുന്ന ലാറ്റിൻ ഉപയോഗിച്ചുകൊണ്ടല്ല, അതിന് മുമ്പുണ്ടായിരുന്ന ഗ്രീക്ക് ഭാഷ ഉപയോഗിച്ചുകൊണ്ടല്ല, ആധുനിക യൂറോപ്യൻ ഭാഷകളായ ഇംഗ്ലീഷും ഫ്രഞ്ചും സ്പാനിഷും ഇറ്റാലിയനും ജർമ്മനും ഒക്കെ ഉപയോഗിച്ചാണ്, ഡച്ച് ഭാഷയൊക്കെ ഉപയോഗിച്ചാണ്. ആധുനിക സാഹിത്യത്തിന്റെ ആയിരുന്നു, ആധുനിക ദർശനത്തിന്റെ ആയിരുന്നാൽ ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയായ യൂറോപ്പിലെ പ്രാദേശിക ഭാഷകൾ, വെർനാക്കുലർ ലിറ്ററേച്ചർ, പ്രാദേശിക ഭാഷകളായിരുന്നു. അതാണ് യൂറോപ്പിലെ എൻലൈറ്റൻമെന്റിന്റെ പ്രബുദ്ധതയുടെ അല്ലെങ്കിൽ ജ്ഞാനോദയത്തിന്റെ ഉപകരണമായി പ്രവർത്തിച്ചതെങ്കിൽ ഇവിടെ സാംസ്കാരികമായ അധീശത്വം അടിച്ചേൽപ്പിച്ചിരുന്ന സംസ്കൃതത്തിന് ബദലായി മാതൃഭാഷയെ കൊണ്ടുവരുന്നു. ഇംഗ്ലീഷ് പഠിക്കാത്തവരായിരുന്നു, ഇംഗ്ലീഷ് ഭാഷയിൽ വിൽപ്പത്തി ഇല്ലാത്തവരായിരുന്നു ചട്ടമ്പി സ്വാമി ശ്രീനാരായണൻ. പക്ഷെ അതൊരു പരിമിതിയേ അല്ല. ആ പരിമിതിയെ ഉല്ലംഘിക്കാൻ, ആ പരിമിതിക്ക് അതീതമായി പ്രാദേശിക ഭാഷയെ വളർത്താൻ, മാതൃഭാഷയെ വളർത്താൻ, പ്രാചീന മലയാളം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഒരു ഭാഷയിലൂടെയാണ് ജനതയെ കണ്ടെത്തുന്നത്, ഒരു ഭാഷയിലൂടെയാണ് ജനങ്ങളുടെ സ്വത്വത്തെ തിരിച്ചറിയുന്നത്. ആ സ്വത്വം തിരിച്ചറിയുന്നതിന്റെ ഏറ്റവും പ്രായോഗിക രൂപമായിരുന്നല്ലോ 956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ശ്രീനാരായണായാലും ചട്ടമ്പി സ്വാമി ആയിരുന്നാലും ആധുനിക കേരളത്തിന്റെ പ്രബുദ്ധതയുടെ പ്രോദ്ഘാടകന്മാരായിരുന്നു. അവർക്ക് മുമ്പേ പ്രോസ് ഉണ്ട്, അവർക്ക് മുമ്പേ ഗദ്യ സാഹിത്യമുണ്ട്, മലയാള സാഹിത്യമുണ്ട്. തുഞ്ചത്തെഴുത്തച്ഛനോളം പോവും, ചെറുശ്ശേരിയിലും പൂത്താനത്തിലും കാണാം. അല്ലെങ്കിൽ 18ാം നൂറ്റാണ്ടിലെ മലയാള ഗദ്യമുണ്ട്. ആ ഗദ്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതിലൊക്കെ പ്രബുദ്ധതയുടെ അംശം കുറവാണ്. ആ പ്രബുദ്ധതയുടെ അംശം ഉണ്ടാകുന്ന 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടു കൂടിയാണ്. അതിന് പാശ്ചാത്യ കൊളോണിയൽ സംസ്കാരം കുറേയധികം സഹായിച്ചിട്ടുണ്ട്. പക്ഷെ തനതായിട്ട് ഇവിടുന്ന് തന്നെ പാശ്ചാത്യ സംസ്കാരം ഇവിടെ വന്നില്ലെന്നിരിക്കട്ടെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്നില്ലെന്നിരിക്കട്ടെ, കൊളോണിയലിസം വന്നില്ല ചരിത്രത്തിലെങ്കിലും പക്ഷേയുമില്ലാതെ ഞങ്ങളൊക്കെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കൗതുകത്തിന് വേണ്ടിയെങ്കിലും അവർ വന്നില്ലെങ്കിൽ കേരളത്തിൽ എന്ത് സംഭവിക്കുമായിരുന്നു? പ്രബുദ്ധത ഉണ്ടാകുമായിരുന്നില്ലേ? മലയാളം വളരുമായിരുന്നില്ലേ? ജാതിക്കെതിരായ ചിന്ത ഉണ്ടാകുമായിരുന്നില്ലേ? ഭൂണവസ്ഥതയിൽ മാറ്റം വരുമായിരുന്നില്ലേ? ജനാധിപത്യം വരുമായിരുന്നില്ലേ? അടഞ്ഞ സമൂഹങ്ങളെല്ലാം തുറന്നത് തന്നെയാണ്. അപ്പോൾ ആധുനിക കേരളത്തെ പ്രബുദ്ധതയുടെ വക്താക്കളായി രംഗപ്രവേശം ചെയ്യുകയും ആ പ്രബുദ്ധതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങളുടെ സംഘടനാ രൂപത്തിലൂടെയും പ്രവർത്തനം ശ്രമിക്കുകയും ചെയ്തവരായിരുന്നു ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണൻ. ആ പ്രബുദ്ധതയുടെ വക്താക്കൾ ഇന്ന് ആരാവണം? ആരാണ് അതിന്റെ പതാകവാഹകരായ യോഗ്യതയുള്ളവർ? ഇവരെയെല്ലാം ബിംബങ്ങളാക്കി, ഇവരെയെല്ലാം പ്രതീകങ്ങളാക്കി, സംഘടനകൾ ഉണ്ടാക്കി, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോയി ജാതി രാഷ്ട്രീയം കളിക്കുന്ന സംഘടനകളാണോ, അതോ കോളേജുകളിലും സ്കൂളുകളിലും പൊതുമണ്ഡലത്തിലും പ്രവർത്തിക്കുന്ന ബുദ്ധിജീവികളാണോ? ബുദ്ധിജീവികളെ ഉൽപ്പാദിപ്പിക്കുന്ന ആധുനിക കോളേജുകളും സ്കൂളുകളുമാണോ അവരല്ലേ ഈ പ്രബോധത്തെ കൊണ്ടുപോകേണ്ടത്? ഇവരൊക്കെ വിദ്യാഭ്യാസം ലഭിച്ച സംഘടനാ നേതാക്കളായവരായിരിക്കാം. കാരണം കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യം അനുസരിച്ച് വിദ്യാഭ്യാസം ലഭിക്കാത്ത ആരുമില്ല. എല്ലാ സംഘടനാ നേതാക്കളും ബിരുദധാരികളായിരിക്കും. പക്ഷെ സംഘടന ബിരുദധാരി ആയതുകൊണ്ട് മാത്രമല്ല, തലയ്ക്കകത്ത് വെളിച്ചം വേണം, തടിമിടുക്ക് മാത്രം പോരാ, തലയ്ക്ക് വെളിവും വേണമെന്ന് പറയുന്നത് പോലെ ചട്ടമ്പി സ്വാമിയുടെയും ശ്രീനാരായണന്റെയും അയ്യങ്കാളിയുടെയും കാവാരികുളം കണ്ണൻകുമാരന്റെയും വേലുക്കുട്ടി അരയന്റെയും മിതവാദി കൃഷ്ണന്റെയും വാഗ്ഭടാനന്ദന്റെയും ഒക്കെ സന്ദേശങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ യോഗ്യന്മാരാരാണ്? ആ യോഗ്യന്മാരെന്ന് പറയുന്നത് ജനാധിപത്യത്തെ മുൻനിർത്തുന്നവരാണ്, വിവേചനത്തിനെതിരായി പെരുമാറുന്നവരാണ്, ജാതി ബോധത്തിനെതിരെ പെരുമാറുന്നവരാണ്, ജാതി വിവേചനത്തിനെതിരെ പെരുമാറുന്നവരാണ്, ജാതി നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, മാനവികതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, യുക്തിചിന്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, സഹജീവി സ്നേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ചൂഷണത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണ്. ആ ചൂഷണം ദേശീയമായിരുന്നാലും സാർവദേശീയമായിരുന്നാലും, വിദേശത്തു നിന്നുള്ള ചൂഷകന്മാരായിരുന്നാലും സ്വദേശി ചൂഷകന്മാർ ആ ചൂഷണത്തിനെതിരായി സമത്വത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്. സ്ത്രീ പുരുഷ സമത്വം, കുഞ്ഞുങ്ങൾക്ക് ഗർഭസ്ഥ ശിശുവിന്റെ അവകാശം വരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ ചട്ടമ്പി സ്വാമിയുടെയും ശ്രീനാരായണന്റെയും
പിൻഗാമികളാണ്. ആ പതാക വഹിക്കാനുള്ള യോഗ്യത അവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനം ഇപ്പോൾ ആചരിപ്പിക്കുക ഈ ചിങ്ങമാസത്തിലെ ഭരണിനാളിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ആചരിക്കുമ്പോൾ ചട്ടമ്പി സ്വാമിയെ ഏതെങ്കിലും ബിംബമാക്കി എവിടെയെങ്കിലും നിർത്തുകയോ അദ്ദേഹത്തിന്റെ പേരിലുണ്ടാക്കിയ ഒരു ജാതി സംഘടനയുടെ വക്താക്കളായി മാറുകയോ അല്ല വേണ്ടത്. അദ്ദേഹം മുന്നോട്ട് വെച്ച യുക്തിചിന്തയെയും യുക്തിസഹമായ വ്യാഖ്യാനത്തെയും ആധുനിക മനുഷ്യന്റെ സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെയുമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത് തീർച്ചയായും ജനാധിപത്യവാദികളാണ്, പുരോഗമനകാംക്ഷികളാണ്, വിവേചനത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണ്, മാനവികതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. മനുഷ്യരൊന്നാണ്, മനുഷ്യാണോ മനുഷ്യത്വം എന്ന് ഗുരു പറഞ്ഞതുപോലെ മനുഷ്യത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതാവട്ടെ നമ്മുടെ മുദ്രാവാക്യം. ചട്ടമ്പി സ്വാമിയുടെ ഈ ജന്മദിന സ്മരണ നമ്മൾ പുതുക്കുമ്പോൾ, ജന്മദിനം നമ്മൾ ആചരിക്കുമ്പോൾ ആ സന്ദേശമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അദ്ദേഹത്തെ വെറുതെ ആത്മീയ നേതാവാക്കി ചുരുക്കുകയും ആ ആത്മീയ നേതാവിനെ ബിംബമാക്കി മാറ്റി സംഘടനയുണ്ടാക്കി എല്ലാത്തരം കച്ചവടവും നടത്തുകയും വിദ്യാഭ്യാസം ജനകീയമാക്കാൻ, വിദ്യാഭ്യാസത്തെ സ്വതന്ത്രമാക്കാൻ, വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ച ചട്ടമ്പി സ്വാമിയുടെ പേരിൽ ഉണ്ടാക്കുന്ന സംഘടന വിദ്യാഭ്യാസ കച്ചവടമാക്കുകയും പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നുള്ള വിവേചനമില്ലാതെ സ്വന്തം ജാതിയിൽ നിന്ന് പെട്ടവരിൽ നിന്ന് പോലും കോഴ വാങ്ങിക്കൊണ്ട് നിയമനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പുരോഗമന പ്രസ്ഥാനമായി, പുരോഗമന വീക്ഷണമുള്ളവരായി ചട്ടമ്പി സ്വാമികളുടെ അനുയായികൾ മാറുകയാണ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടതെന്നുള്ള എൻ്റെ എളിയ അഭിപ്രായത്തോടു കൂടി ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.